പാലക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മിന്നും വിജയം. നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി കൗൺസിലർമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയിലെ മാങ്കൂട്ട സഖ്യത്തിനേറ്റ തിരിച്ചടിയാണിതെന്ന് ബി.ജെ.പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ജി പ്രഭാകരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ശശികുമാർ എം, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ടി.എസ്. മീനാക്ഷി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സുനിൽ എം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മിനിമോൾ വി.എസ്. എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നഗരസഭയിൽ 5 വർഷവും ബി.ജെ.പിയുടെ അംഗങ്ങൾ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ പി. സ്മിതേഷ് പറഞ്ഞു. ഒറ്റ കൈമാറ്റ വോട്ടെടുപ്പ് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനകത്ത് ബി.ജെ.പി നഷ്ടപ്പെടാൻ സാധ്യത. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പരിശീലനത്തിലൂടെ നമ്മൾ തന്ത്രപരമായിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഈ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്തത്. അവിശുദ്ധ മാങ്കൂട്ട സഖ്യത്തിനേറ്റ തിരിച്ചടിയാണ് നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കുണ്ടായ വിജയമെന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പ്രതികരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ഇവിടെ ഒരു മതേതര മുന്നണിക്ക് രൂപം കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് വന്ന തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ സംസ്ഥാന ട്രഷററും മുൻ വൈസ് ചെയർമാനായിരുന്ന കൃഷ്ണദാസ് കൃത്യമായ മെസ്സേജ് കൊടുത്തിരുന്നതിൽ ഇതൊരു അവിശുദ്ധ മാങ്കൂട്ട സഖ്യമാണെന്നുള്ള രീതിയിൽ, അതൊരിക്കലും ഒരു മതേതര മുന്നണിയല്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അവർ ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൽ ഒരു അവിശുദ്ധ സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി സ്മിതേഷി ചെയർമാനായിട്ട് വന്നു. വൈസ് ചെയർമാനായിട്ട് ബി.വി. ചേച്ചി വിജയിച്ചു. LDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിന്നപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് 5ഉം 4ഉം വോട്ടുകളും UDF സ്ഥാനാർത്ഥിക്ക് 3 വോട്ടാണ് ലഭിച്ചത്. ജനം, പാലക്കാട്.